അവർക്ക് ആപത്തൊന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. ഏയ് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അണ്ണൻ വെറുതെ ടെൻഷൻ അടിക്കണം. അല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ഡോക്ടർ. ഓക്കെ ഡോക്ടർ, അയാൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. അപകടം നടന്നതിൻ്റെ ഷോക്കില്ല. കുറച്ച് കഴിയുമ്പം ഓക്കെ ആയിക്കോളും. മദ്യവെച്ച് വീണതൊന്നുമല്ല, ആക്സിഡൻ്റ് ആണെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും വണ്ടി ഇടിച്ചിട്ട് പോയതായിരിക്കും. നിങ്ങൾക്ക് ആളെ അറിയാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, ഞങ്ങൾക്ക് അയാളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ച് അയാളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാ, പക്ഷേ ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇയാളെ ഇവിടെ തുടർന്ന് ചികിത്സിക്കണമെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റൂ. ഡോക്ടർ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അതെ, ഇവിടുത്തെ ചെലവ് എത്രയായാലും അത് ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ ഡോക്ടർ, ഈ ആക്സിഡന്റ് കേസ് ഒന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അത് ഞാൻ ചെയ്തോളാം. ശരി എന്നാ. ശരി. അതെ, ഈ അഡ്വാൻസ് ഒന്ന് പേ ചെയ്യണം. അണ്ണാ നിൽക്കാം. താഴെ. ഞാനേ ഇത് അടച്ചിട്ട് വരാം. ആ ശരി. മഴ പാപ്പാട്ടാ, ആ കവറിങ് എടുത്തോ. ആ എടുക്കാം. വാ വാ വാ. എങ്ങനെയുണ്ടായിരുന്നു ഇനിയാ ഇന്നത്തെ കച്ചവടമൊക്കെ? വൈകുന്നേരം മുതൽ മഴയായതുകൊണ്ട് ആ സമയത്ത് ഇച്ചിരി കച്ചവടം കുറവായിരുന്നു. അത് ശരിയാ, മഴയാണെങ്കിൽ പിന്നെ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ മടിയാ. പുറത്തുള്ളവർ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനും നോക്കും. കടയിൽ കയറാനോ സാധനങ്ങൾ വാങ്ങാനോ ഒന്നും ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. അമ്മേ, മോനോടെ? ചീരുവിന്റെ അടുത്തുണ്ട് വിനി. ആണോ? നമുക്കത് ഇറങ്ങിയാലോ സീമേ? ആ പോവാ. ഇതങ്ങ് പിടിച്ചു. വിനയം വാങ്ങിച്ചതാ. ശരി, ഞങ്ങളൊന്ന് ഇറങ്ങുകയാണേ. നാളെ രാവിലെ തന്നെ എത്തലേ? ആ പിള്ളേരോടമ്മേ? അവരകത്തുണ്ട്. വിനയ, നീ പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ആഹാരം എടുത്തു വെക്കാം. ആ ചീരു എന്താ അമ്മ ഇങ്ങോട്ട് വരാത്തത്? ഞാൻ വന്ന് അറിഞ്ഞില്ലേ? അവള് കൊച്ചുങ്ങളെ ഉറക്കുകയായിരിക്കും. ഈ സമയത്ത് ഇവിടെ വന്നിരുന്ന കുഞ്ഞുങ്ങളെ ആര് നോക്കൂടാ? 3 പേരെ നോക്കണ്ടേ? അന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളത് ഭാര്യയുടെ ഒരു കടമയല്ലേ? വീട്ടിൽ പ്രായമുള്ളവരോട് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നീ തന്നെ അവളോട് പറഞ്ഞു കൊടുക്കുന്നതാ നല്ലത്. അതിനെനിക്ക് അത്ര പ്രായമായില്ലല്ലോ. എടാ, നീ പോയി കുളിച്ചിട്ട് വാ. ചീരുവിനെ ഞാൻ വിളിച്ചോളാം. ഏയ് വേണ്ട വേണ്ട, അമ്മ വിളിക്കണ്ട. ഞാനേ കുളിയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് പോയി അവളെ കണ്ടോ. ഓക്കെ മാമ. അമ്മ ഏതാ മീന് ഫ്രൈ ആക്കി വെക്കണേ. ശരി. എന്തൊരു ഇടിമിന്നലുവാ. പിള്ളേര് പേടിക്കണ്ട, കഥകങ്ങ് അടച്ചേക്കാം. നന്ദികേട്ടവരാ, ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആരൊക്കെ എന്നോട് നന്ദികേട് കാണിച്ചിട്ടുണ്ട്. ആമയ്ക്ക് 25 ലക്ഷം രൂപ കൊടുത്തതേ ഞാൻ പറഞ്ഞിട്ടാ. അതൊരു കടമ പോലെ ചെയ്തതാണ് ഞാൻ. എന്നിട്ട് ഒരു ഫോൺ കോള്, ഒരു വാക്ക്, അവസാനമായിട്ട് ആൾക്ക് എന്നോട് സംസാരിക്കാറുണ്ട്. ദാസങ്ങള് ഫോൺ കൊടുത്തപ്പോ ഒരു ചടങ്ങ് പോലൊരു വാക്ക്. അതാണോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? ആണോ? ആരാ?
എന്റെ സെബാസ്റ്റിനോസ് പുണ്യാളാ, ഞാനൊന്ന് ചോദിക്കണ്ടേ? അറിഞ്ഞരാത്ത അംഗീകാരം ചോദിച്ചു വേണമെന്നല്ലേ അല്ലേ? അത് വേണ്ടി വരും. അപ്പൊ ഞാനൊന്ന് വിളിക്കാം. അതെ, ഞാനൊന്ന് ഇരുന്നോട്ടെ. വിരോധമില്ലല്ലോ. അത് മതി. മൗനം സമ്മതം എന്നാണല്ലോ. നിർബന്ധിച്ച് നിന്റെ കയ്യിൽ 25 ലക്ഷം രൂപയുടെ ചെക്ക് തരണമെങ്കിൽ എന്റെ സ്വർണം ആ രഘുവിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ആമി. അപ്പൊ ആ സ്വർണം കാണാതെ പോയതല്ല, നീ മാറ്റിയതായിരുന്നല്ലേ? ഇത് നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാ. എന്റെ കയ്യിൽ നിന്നും രഘു ഇത് തട്ടിയെടുത്ത് തന്നെയാ. ഹലോ, ആമി, ഞാൻ രഘുവാ. ഞാൻ വിചാരിച്ചു നീ കോൾ എടുക്കില്ല. എടുത്തല്ലോ. എനിക്ക് കാര്യം പറ. നീ എന്താ ആമി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? എടി, നിനക്കെന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? രഘുവേട്ടാ, ഞാൻ മോളെ ഉറക്കുക. രഘുവേട്ടന്റെ നാവ് കുഴയുന്നുണ്ട്. ഇങ്ങനെ വെളിവില്ലാത്തൊരാളുമായി രാത്രി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വെളിവില്ലാത്തവനാ, പക്ഷെ ഒരിക്കലും നിന്നോട് ഞാൻ നെറുകേട് കാണിച്ചിട്ടില്ല. ഇല്ലേ? സ്വന്തം മനസാക്ഷിയെ തൊട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നോടും എന്റെ കുടുംബത്തോടും നെറുകേട് കാട്ടിയിട്ടില്ലാന്ന്? മാമി, നീ എന്തേ പറയുന്നത്? എടി, എന്താണേലും തുറന്നു പറ. നിന്നെ ആരോ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എനിക്ക് ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ. അത് ഫോണിലൂടെ സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ സംസാരിക്കും ഒരു ദിവസം, നേരിട്ട് വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ.